ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യം തന്നെ എനിക്ക് എൻ്റെ റൂമിനെ കുറിച്ചാണ് കേട്ടോ പറയാനുള്ളത്. ഞാനിവിടെ വന്നിറങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഈ ഹോട്ടലിൽ തന്നെയാണ് സ്റ്റേ ചെയ്യാൻ പോണേന്ന്. അപ്പോൾ എനിക്ക് ഈ റൂമാണ് അവർ തന്നത്. ഞാൻ ലിഫ്റ്റ് തുറന്ന് 111 നമ്പർ കണ്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സന്തോഷം, ഒരു ലക്കി നമ്പർ കണ്ട ഫീലിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ടുള്ള എൻ്റെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ റൂം. ആരുടെയും കൂടെ ഷെയർ ചെയ്യേണ്ട അടിപൊളി റൂമാണ്. എൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും ഞാൻ എല്ലാം ചിലവഴിച്ചത് ഈ റൂമിലാണ് കേട്ടോ. ഇവിടുന്ന് അടിപൊളി വ്യൂ ആണ്. പിന്നെ ഈ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിംഗ് ഉണ്ടല്ലോ, അവിടെ ഞാൻ ഒരു 1 വീക്ക് സ്റ്റേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് തിരിച്ചെനിക്ക് എൻ്റെ ഈ റൂമിൽ തന്നെ വരണമെന്ന്. കാരണം എനിക്ക് ഈ റൂമിനോട് വല്ലാത്തൊരു കണക്ഷനാണ്. എൻ്റെ 6 മാസം ഞാൻ ചിലവഴിച്ചത് ഈ റൂമിലാണല്ലോ. സോ ഇതാണ് എൻ്റെ ഹാപ്പി പ്ലേസ്. ഇതാണ് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ്. ലുവാഷ് എന്നാണ് പേര്. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ വന്നിരുന്ന് കഴിക്കാറുണ്ട്. ബാക്കിയുള്ള സമയത്തൊക്കെ അധികവും ഞാൻ എൻ്റെ റൂമിലാണ് ഇരുന്ന് ഫുഡ് കഴിക്കുക. എനിക്ക് റൂമിലിരുന്ന് ഫുഡ് കഴിക്കാനാണ് ഇഷ്ടം. പിന്നെ ഈ കാണുന്ന കോഫി മെഷീൻ ഉണ്ടല്ലോ, ഇത് എല്ലാ സ്റ്റാഫുകൾക്കും അലൗഡ് അല്ല, പക്ഷേ എനിക്ക് ഇവിടുന്ന് കോഫി കുടിക്കാം. സ്റ്റാഫുകൾക്കുള്ള കോഫി കുടിക്കുന്ന സ്ഥലം വേറെ ഉണ്ട്. അത് ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് കയറുമ്പോൾ നിങ്ങൾക്ക് വിശദമായി കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞാൻ അധികവും ക്യാപ്പിച്ചിനോ ആണ് കുടിക്കാറ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാപ്പിച്ചിനോ കുടിക്കാൻ. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് സമയത്തൊക്കെ വന്ന് ഞാൻ ഒരേ ക്യാപ്പിച്ചീനൊക്കെ എടുത്ത് കുടിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇതാണ് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ ഏരിയ. ഇവിടെ സീറ്റിംഗ് ഒക്കെ സമ്മർ ടൈമിൽ മാത്രം അറേഞ്ച് ചെയ്യുള്ളൂ, അതല്ലാത്ത സമയത്ത് ക്ലോസ് ചെയ്തിടും. എന്താ പറയുക, നല്ലൊരു വൈബാണ് കേട്ടോ ഈ ഒരു ഏരിയയിൽ വന്ന് നിൽക്കുമ്പോൾ. ഇതിൻ്റെ അടുത്ത് തന്നെ ചെറിയൊരു ഫോറസ്റ്റ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ കിളികളുടെ ശബ്ദമൊക്കെ കേൾക്കാം. എന്ത് രസമാണെന്നറിയോ. അപ്പോൾ ഓഫുള്ള ദിവസമൊക്കെ ഞാൻ കുറേ നേരം ഇവിടെ വന്നിരിക്കാറുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ നേച്ചർ നോക്കിയിരിക്കാനും ഈ ശബ്ദങ്ങൾ കേൾക്കാനൊക്കെ. സോ ഞാൻ ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യാറുണ്ട് കേട്ടോ. ഈ ഏരിയയിലാണ് കോഫി കുടിക്കുക, സ്റ്റാഫുകൾക്കുള്ള ഏരിയ ആണ് കേട്ടോ അത്. എൻ്റെ കിച്ചൺ. ഞാനിപ്പോൾ ഇവിടെ മീസ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പറയുക, ഞാൻ 6 മാസം ചിലവഴിച്ച എൻ്റെ കിച്ചൺ. ഇപ്പം ഞാനിവിടെ മീസ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരാഴ്ച കൂടെ ഉള്ളൂ, 5 ദിവസമുള്ളൂ എനിക്ക് വർക്ക്. എന്താ പറയുക, ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണല്ലോ. പ്രത്യേകിച്ച് ഇപ്പോൾ സന്തോഷവും സങ്കടവും ഒക്കെ നിറഞ്ഞതാണല്ലോ. നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഒരു ഇന്ത്യനാണെന്നുള്ള നിലയ്ക്ക് എനിക്ക് അധികവും സന്തോഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഞാൻ പ്രതീക്ഷിക്കുന്നതിനാലപ്പുറം എനിക്ക് ഒരുപാട് സന്തോഷം തന്നിട്ടുള്ള ഒരു സ്ഥലമാണ് എൻ്റെ ഷെഫുമാർ, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ്, പിന്നെ എൻ്റെ കിച്ചൺ. എൻ്റെ കിച്ചൺ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഇപ്പം എൻ്റെ ലോകമാണ്, ഇവിടെ ആരും ഇല്ല. അപ്പോൾ ഒരുപാട് സന്തോഷം മാത്രം. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്ത്യനായ എന്നെ കിച്ചണിൽ ഏൽപ്പിച്ച് ഷെഫ് പോയേക്കാണ്. ഷെഫിന് 2-3 കഴിഞ്ഞാൽ വരുമല്ലോ. സോ എൻ്റെ വർക്ക് ഞാൻ ഭംഗിയായി ചെയ്യുന്നുള്ള വിശ്വാസം എൻ്റെ ഷെഫിന് എന്നിലുണ്ടല്ലോ. സോ എനിക്ക് നല്ല ഓർമ്മകൾ മാത്രമുള്ളൊരു എൻ്റെ കിച്ചണാണിത്. എത്ര ഇനി എവിടെയൊക്കെ ഞാൻ വർക്ക് ചെയ്യാൻ പോയാലും ഇവിടുത്തെ ഈ ഒരു അനുഭവം ഉണ്ടല്ലോ, 6 മന്ത് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ഇന്ത്യനായ എനിക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് അതെൻ്റെ ലൈഫിൽ എനിക്ക് മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഒരു ഇമോഷണൽ ഭയങ്കര അറ്റാച്ച്മെൻ്റ് അറിയിച്ചിട്ടുണ്ട്. എല്ലാ ഫ്രീഡം അവർ എനിക്കിവിടെ തന്നിട്ടുണ്ട്. അവർക്ക് എന്തോ പിന്നിൽ വിശ്വാസമാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അത് 5 ദിവസം ഇവിടെ എനിക്ക് പഠിക്കുള്ളൂ. എന്താ പറയുക, ഈ ലോകത്തെ ഏത് കോണിൽ പോയി ഞാൻ വർക്ക് ചെയ്താലും ഈ 6 മാസത്തെ എൻ്റെ അനുഭവം ഞാൻ ലൈഫിൽ മറക്കില്ല. അത്ര എൻ്റെ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു പ്ലേസാണ്. ശരിക്കും ഞാൻ മിസ് ചെയ്യും. എന്താ പറയുക, ഇവിടുത്തെ ജേണി കഴിയുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത്. സന്തോഷം മാത്രം. ഒരുപാട് വിഷമമുണ്ട്, പക്ഷേ നാട്ടിൽ പോവാണ്. അപ്പോൾ എല്ലാ വിഷമങ്ങളും മാറും കുറച്ച് ദിവസം കഴിഞ്ഞാൽ. പക്ഷേ എന്നും എൻ്റെ മനസ്സിൽ ഓർത്ത് വയ്ക്കാവുന്ന ഒരുപടി നല്ല ഓർമ്മകളും എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ അവിടുന്ന് പോണത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഓക്കെ, ഇനിയും സപ്പോർട്ട് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.